കാഫറുകളെ കൊന്നാൽ എളുപ്പത്തിൽ പാപമോചനമുണ്ടാകും. 2023 ഏപ്രിലിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനിൽ യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീയിട്ട പ്രതിയായ ഷാരുഖ് സൈഫി NIAയോട് തുറന്നു പറഞ്ഞതാണിത്. ഈ സംഭവത്തിൽ 3 പേർ മരിച്ചിരുന്നു. ഡൽഹി സ്വദേശിയായ സൈഫിയുടെ വിശദീകരണം ഇങ്ങനെയാണ്: ഒരു ഘട്ടത്തിൽ തനിക്ക് ജീവിതത്തിൽ പശ്ചാത്താപം തോന്നുകയും യഥാർത്ഥ മുസ്ലിമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതിനാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തിരഞ്ഞ് തീവ്ര ഇസ്ലാമിക പ്രഭാഷകരായ സാക്കിർ നായിക്, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഡോക്ടർ ഇസ്രായേൽ അഹമ്മദ്, താരിഖ് ജമീൽ, മുഫ്തി താരിഫ് മസൂദ്, തൈമൂർ അഹമ്മദ് തുടങ്ങിയ റാഡിക്കൽ ഇസ്ലാമിക് പ്രഭാഷകരുടെ വീഡിയോ എല്ലാം സശ്രദ്ധം കേട്ടു. ഇതിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ പാപമോചനത്തിന് കാഫറുകളെ കൊന്നാൽ മതിയാകും എന്ന് മനസ്സിലാക്കി. അങ്ങനെ അക്രമാസക്തമായ ജിഹാദിലൂടെ മോക്ഷം നേടാൻ തീരുമാനിക്കുകയും തന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാതിരിക്കാൻ കേരളത്തിലെ കാഫറുകളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിലേക്ക് കയറിയാണ് ഇയാൾ അക്രമം നടത്തിയത്. 9 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. 3 പേർ മരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഇയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ല. ഇയാളുടെ ഇപ്പോഴത്തെ ആശങ്ക കേസ് നീണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. ഇയാളുടെ വാദം ഇങ്ങനെയാണ്: 2023 ഏപ്രിൽ 6 അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തന്നെ രേഖാമൂലം അറിയിച്ചിരുന്നില്ല. ആളുകൾ മരിച്ചത് ട്രെയിനിൽ നിന്ന് ചാടിയാണ്, തീപിടുത്തം കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഫാറൂഖ് സൈഫി മാനസിക രോഗിയായി അഭിനയിച്ചതുകൊണ്ടാണ് കേസ് ഇത്രയും നാൾ നീണ്ടുപോകാൻ കാരണം.